അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ചേലക്കര ബസ് സ്റ്റാൻഡിൽ സ്ഥാപനങ്ങളുടെ മുൻപിൽ അനധികൃതമായി ബസ്സുകൾ പാർക്ക് ചെയ്യുന്നുവെന്ന പരാതിയുമായി സ്ഥാപന ഉടമകൾ രംഗത്ത്. അധികൃതർ ആവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെടുന്നു. ചേലക്കര ബസ് സ്റ്റാൻഡിൽ സ്ഥാപനങ്ങളുടെ മുന്നിൽ ട്രാക്ക് വരച്ച് അനധികൃതമായി ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിനാൽ സ്ഥാപനങ്ങളിലേക്ക് ആർക്കും കടന്നുവരാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിലുള്ളതെന്ന് സ്ഥാപന ഉടമകൾ പരാതിപ്പെടുന്നു. ചേലക്കര പഞ്ചായത്ത് കെട്ടിടത്തിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് നടക്കാൻ ഒരു വഴി പോലും ഇല്ലാത്ത രീതിയിലാണ് ഇപ്രാവശ്യത്തെ പഞ്ചായത്തിൽ നിന്ന് സ്റ്റാൻഡ് വിളിച്ച ഓണർ അവരെന്നായിരിക്കും. അല്ലാതെ പുറമൊരാൾ ഈ കടകളുടെ മുന്നിൽ ട്രാക്ക് വരയ്ക്കലും ഒരാൾക്ക് നടന്നു പോരാൻ പോലും പറ്റാത്ത സ്ഥിതിയിലാക്കിയിരിക്കുകയാണ്. പലതവണ ഇതിനു മുമ്പ് സ്റ്റാൻഡ് വിളിച്ചിട്ടുണ്ട്, പലരും വിളിച്ചിട്ടുണ്ട്. ഈ കടക്കാരന് ഈ ജാതി ദ്രോഹം ഏൽപ്പിക്കുന്ന രീതിയിലൊരു പ്രവൃത്തി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പഞ്ചായത്തിനൊരു പരാതി കൊടുത്തിട്ട് ഒരു ആക്ഷനൊന്നും ഇതുവരെ കാണാനില്ല. അപ്പോൾ ജനങ്ങളിത് അറിയട്ടെ. ഒരു തൊട്ടടുത്ത് ഈ ബാർബർ ഷോപ്പാണ്. ഒരു വയസ്സായ ഒരാൾക്കൊരു ഓട്ടോറിക്ഷയിൽ വന്നിട്ടൊരു മുടി വെട്ടിച്ച് പോകാൻ പറ്റാത്തൊരു അന്തരീക്ഷം. അപ്പുറത്ത് അതൊരു ടൂൾസ് റെൻ്റൽ ഷോപ്പാണ്. ഒരു അറബാന കൊണ്ടുപോകണമെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വരാൻ പറ്റില്ല. ഇപ്പുറത്ത് മൊബൈൽ കടയാണ് ഞാൻ നിൽക്കുന്നത്. ഒരു സുഖമില്ലാത്ത ഒരാൾക്ക് ഒന്ന് മൊബൈൽ റീചാർജ് ചെയ്യാൻ പോലും വണ്ടിയിൽ ഒരു ഓട്ടോറിക്ഷയിൽ ബൈക്ക് വരെ വരില്ല. അത് ട്രാക്ക് വരച്ചിട്ടുണ്ട്, ഇതിൽ കാണാം. ആചാര്യ അക്രമമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിന് ഉടനെ ഒരു പരിഹാരം കണ്ടെത്തി തരിക. ബസ്സുകൾക്ക് അവിടെ പൂരപ്പറമ്പ് മാറി അതിൽ കാണും. അപ്പുറത്ത് പാർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഞങ്ങളെ ദ്രോഹിക്കുക, ഞങ്ങളിത് അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുക. അല്ലെങ്കിൽ പഞ്ചായത്തിന് മുമ്പിൽ ഒന്ന് പ്രതിഷേധിക്കാൻ തീരുമാനിക്കുക. പഞ്ചായത്ത് കെട്ടിടത്തിൽ തന്നെയാണ് ഞങ്ങൾ ബിസിനസ് ചെയ്യണത്. പഞ്ചായത്തിന് ഞങ്ങൾ നികുതി വാടക കൊടുക്കുന്നുണ്ട്, കറക്റ്റ് റിന്യൂവലുണ്ട്. ഒരു മാസത്തെ വാടക പോലും ഡ്യൂ ഇല്ല. 10 പൈസ കച്ചവടം ഇവിടെ ഇല്ല. പിന്നെ എങ്ങനെ ഇത് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണത്? അപ്പോൾ ആ ഒരു ആത്മാർത്ഥ പഞ്ചായത്ത് കാണിക്കണം. അതുകൊണ്ട് എത്രയും വേഗം ഞങ്ങളുടെ കടകളിലത്തെ ഈ ട്രാക്ക് വരച്ചിട്ടുള്ള ഈ പാർക്കിങ്ങും ഈ ബസ് പാർക്കിങ്ങും ഇവിടെ നിന്ന് മാറ്റി തരണമെന്നാണ് അപേക്ഷിക്കാനുള്ളത്. സ്റ്റാൻഡ് ലേലം ചെയ്ത കരാറുകാരൻ കരുതിക്കൂട്ടിയാണ് സ്ഥാപനങ്ങളിലേക്ക് വരുന്നവർക്ക് മാർഗതടസ്സം സൃഷ്ടിക്കുന്നത് എന്നും സ്റ്റാൻഡിൽ തന്നെ പാർക്കിംഗ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ സ്ഥലമുണ്ടായിട്ടും അവിടേക്ക് ബസ്സുകൾ മാറ്റി പാർക്ക് ചെയ്യാതെ ആ സ്ഥലം പേ പാർക്കിംഗ് എന്ന പേരിൽ വെറുതെ ഇട്ടിരിക്കുകയാണെന്നും ആരോപണമുണ്ട്. കൂടാതെ കടകളിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വാഹനങ്ങളിൽ എത്തുന്നവരുടെയും കടയുടമകളുടെയും കയ്യിൽ നിന്നും നിർബന്ധിതമായി പാർക്കിംഗ് ചാർജ് ആവശ്യപ്പെടുന്നു എന്നും പരാതി ഉയരുന്നുണ്ട്. ബസ് പാർക്കിംഗ് ഇപ്പോൾ അവിടെ ഒരു കുഴപ്പമില്ലാതെ അവിടെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ഉണ്ടായിരുന്നതാണ്. അത് ചില ഈ പേ പാർക്കിങ്ങിന് സ്ഥലം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇവിടേക്ക് മാറ്റിയേക്കുന്നത്. പേ പാർക്കിംഗ് അവിടെ ഉണ്ടെങ്കിൽ ഇവിടെ വരുന്ന വണ്ടികൾ പോലും അവിടെ കൊണ്ട് നിർത്തി അവർക്ക് 20 രൂപ മേടിക്കാം. അതുകൊണ്ടാണ് ഈ ഇങ്ങോട്ട് ബസ് നീക്കിയിട്ട് അവരവിടെ ഉപയോഗിക്കണം. ആ സ്ഥലം കൂടുതൽ അവർ ഉപയോഗിക്കുക. ഇവിടെ ഈ അപ്പുറത്ത് സ്ഥലം ഇല്ലാതെ ബസ്സുകൾ ഇവിടെ കൊടുക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല. കടകളുടെ മുന്നിൽ അടഞ്ഞു കിടന്നാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. എന്താ പറഞ്ഞാൽ സ്ഥലം ഇല്ലാഞ്ഞിട്ടാണല്ലോ ഇത്രയും സ്ഥലം, ഏക്കർ കണക്കിന് സ്ഥലം അപ്പുറത്ത് കിടക്കുക. അപ്പോൾ ആ സ്ഥലം ഉപയോഗിക്കാതെ ഈ ബസ്സുകളെ ഇവിടെ കൊടുക്കുന്നത് ഈ കടക്കാരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇത്രയും കാലം ഇല്ലാത്ത ഈ ബസ് സ്റ്റാൻഡ് പിരിവിൽ ലേലം ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് പിരിവും ലേലവും ആദ്യമായിട്ടാണ് ചേലക്കര പഞ്ചായത്ത് അതിനെതിരെ ഒരു നടപടി എടുക്കുന്നില്ല. ഞങ്ങൾ 3 മാസം മുന്നേ പരാതി കൊടുത്തിട്ടുള്ള ഈ പരാതി കൊടുത്തിട്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസ് ഉണ്ടായിട്ടില്ല. എന്താ പറഞ്ഞാൽ ഒന്ന് ഞങ്ങളതിനെ ചർച്ചയ്ക്ക് വിളിക്കേ എന്താന്ന് നമ്മുടെ കാര്യം കേൾക്കാനുള്ള മനസ്സുണ്ടായിട്ടില്ല പഞ്ചായത്ത്. ഇപ്പോൾ വീണ്ടും ഞങ്ങൾ ഈ ഒരാഴ്ച മുന്നേ പരാതി കൊടുത്തു. ഇതിനും ഒരു നടപടി ഉണ്ടായിട്ടില്ല. സ്ഥാപനങ്ങളുടെ മുൻപിലുള്ള ബസ് പാർക്കിംഗ് തൊട്ടടുത്ത ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്തേക്ക് മാറ്റണമെന്നും ബസ് സ്റ്റാൻഡിൽ നടപ്പിലാക്കിയിരിക്കുന്ന പേ പാർക്കിംഗ് നടപടികൾ മൂലമുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമെന്നും വ്യാപാരികൾ പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെടുന്നു. ചേലക്കര പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലെ ഈ കടക്കാർ മുഴുവൻ ബസ് സ്റ്റാൻഡിൻ്റെ അധീനതയിലുള്ള ബിൽഡിങ്ങിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടികളിങ്ങനെ പാർക്ക് ചെയ്യുകൊണ്ട് കടകളിലേക്ക് ആൾക്കാർക്ക് വരാനും പോകാനും പറ്റാത്തൊരു സാഹചര്യം. ബസ് ഇങ്ങനെ പാർക്ക് ചെയ്യുക, കൂടാതെ 2 വീലറുകൾ പാർക്ക് ചെയ്യുക. അപ്പോൾ ഒരു വണ്ടിയിലൊരാൾക്ക് വരാനോ എന്തെങ്കിലും സാധനം മേടിക്കാനോ ഒരു ചായ കുടിക്കാനോ നിവൃത്തിയില്ലാത്തൊരു അന്തരീക്ഷമുള്ളത്. അപ്പോൾ ബസ് ഇവിടുന്ന് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞിട്ട് മാറ്റിയിടണം, ഞങ്ങൾക്ക് ഇതിനുള്ള സൗകര്യം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തിലൊരു നിവേദനം കൊടുത്തിട്ടുണ്ട്. അതിൽ നടപടിയൊന്നും ഇതുവരെ ആയിട്ടില്ല. ഉണ്ടായിരുന്ന അതേ സിസ്റ്റമായിരുന്നു നല്ലത്. കാരണം അന്ന് 94-95 ബസ്സുണ്ടായിരുന്നു. ഇപ്പോൾ 86 ബസ്സുള്ളൂ. ആ സമയത്ത് ഇല്ലാത്ത പരിഷ്കാരം നടത്തിയിട്ട് ഇത് വാഹനങ്ങളിൽ യാത്രക്കാർ ഇറങ്ങുമ്പോഴത്തേനും വീഴുന്ന സാഹചര്യം ഉണ്ട് ഇവിടെ. പണ്ട് എങ്ങനെയായിരുന്നോ ഇത് പോയിരുന്നത് അതേപോലെ പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ആ കിടക്കുന്ന പെട്ടിവണ്ടിക്കാരുടെ മുഖത്തൊക്കെ പോയി ബസ് ഇടിക്കാൻ സാധ്യതയുണ്ട്. അപകട സാധ്യത ഇപ്പോൾ ഈ സിസ്റ്റത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര.